അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. സ്നേഹാബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ എല്ലാവരുടെയും ഇബാദത്തുകളിൽ അതിശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് അത് നിസ്കാരമാണ്, നമസ്കാരമാണ്. നമസ്കാരത്തെ പറ്റിയാണ് അല്ലാഹു തആല ആഖിറത്തിൽ ആദ്യമായി ചോദ്യം ചെയ്യുന്നത്. ഈ നിസ്കാരം കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. ഒരു ബാങ്ക് വിളിച്ചാൽ പിന്നെ അധികം താമസിക്കാതെ വേഗത്തെ തന്നെ നിസ്കരിക്കലാണ് വേണ്ടത്. നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ മറ്റ് ദുന്യവിയായ കാര്യങ്ങൾ ചെയ്ത് നിസ്കാരത്തെ മനഃപൂർവ്വം പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ ശിക്ഷയുണ്ടാകുമെന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ കാണാം. എന്നാൽ നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ മുത്ത് റസൂല് തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. 5 സമയങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. 5 സമയങ്ങളിൽ നിസ്കരിച്ചാൽ അത് വലിയ കറാഹത്താണ്. തഹരീമിന്റെ, അതായത് ഹറാമിനോടടുത്ത കറാഹത്താണെന്ന് പോലും ചില മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് ഈ ഒരു ടൈമുകളെ, ഈ 5 ടൈമുകളെ പറ്റി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിച്ച് പറയാം. നിസ്കരിക്കൽ കറാഹത്താവുന്ന ഒന്നാമത്തെ സമയം, നമ്മൾ സുബ്ഹി നമസ്കാരം നിസ്കരിച്ചു. 5 മണിക്ക് സുബ്ഹി നമസ്കാരം നമ്മൾ ജമാഅത്തായി നിസ്കരിച്ചു. ഉദയം എന്നുള്ളത് 6:15 ഉദയം. 5 മണിക്ക് തന്നെ നമ്മളെല്ലാവരും നിസ്കരിച്ചു, സുബ്ഹി നമസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ സുബ്ഹി നമസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞ് ഈ ഉദയം വരെ, അതായത് 6:15 വരെയുള്ള ആ ഒരു ടൈമിൽ മറ്റ് നമസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. അത് കറാഹത്തുള്ള സമയമാണ്. ഇതാണ് ഒന്നാമത്തെ സമയം. അതായത് സുബ്ഹി 5 മണിക്ക് നമ്മൾ ഒരു 5:15 അല്ലെങ്കിൽ 5:30 നമ്മൾ സുബ്ഹി നിസ്കാരം നിസ്കരിച്ചു. ഉദയം വരുന്നത് സൂര്യൻ ഉദിക്കുന്ന ഒരു 6:30 എങ്കിൽ 5:30 നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ 6:30 വരെ മറ്റ് നിസ്കാരങ്ങളൊന്നും പാടില്ല. അതൊക്കെ കറാഹത്താണ്. എന്നാൽ ഇവിടെ നമുക്ക് കറാഹത്തില്ലാത്ത ചില നിസ്കാരങ്ങളുണ്ട്. ഫർള് ഖളാ ആയി പോയിട്ടുണ്ട്, നമുക്ക് ഒരുപാട് സുബ്ഹി നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ട്. എങ്കിൽ ഈ സമയത്ത് നമുക്ക് ഫർള് ഖളാ വീട്ടാവുന്നതാണ്. അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ട്, സുന്നത്ത് നിസ്കാരം നമുക്ക് ഖളാ വീട്ടാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പൊ ഒന്നാമത്തെ ടൈം മറന്നു പോവണ്ട. ഒന്നാമത്തെ സമയം നമ്മൾ സുബ്ഹി നമസ്കാരം നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയുള്ള ആ ഒരു ടൈമിൽ മറ്റ് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തെ സമയം സൂര്യൻ ഉദിച്ചു, അതായത് 6:15 ഉദയമാണ്, സൂര്യൻ ഉദിക്കും. ആ സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റിന്റെ ആ ഒരു ടൈം, അതായത് 6:15 സൂര്യൻ ഉദിച്ചാൽ ഒരു 6:35 വരെയുള്ള ആ ഒരു 20 മിനിറ്റ് ടൈമിൽ നിസ്കരിക്കാൻ പാടില്ല. അതായത് സൂര്യൻ ഉദിച്ച് ഉടനെയുള്ള ഒരു 20 മിനിറ്റ് നമ്മൾ മറ്റ് നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാൻ പാടില്ല. ആ സമയത്ത് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തെ സമയം, സൂര്യൻ നട്ടുച്ചയിൽ വരുന്ന, സൂര്യൻ ഇങ്ങനെ നേരെ ഉദിച്ചു വരുന്ന ടൈം, ഏകദേശം ഒരു 12 മണി മുതൽ ളുഹർ ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള ടൈമിൽ നിസ്കരിക്കൽ കറാഹത്താണ്. ഇപ്പോ ളുഹർ ബാങ്ക് 12:25 അല്ലെങ്കിൽ 12:35 അങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 12 മണി മുതൽ നമ്മൾ ആ ളുഹർ ബാങ്ക് വിളിക്കുന്ന ആ ഒരു ടൈമിൽ മറ്റ് നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ വിശദീകരണമുണ്ട്, അത് നമുക്ക് ശേഷം പറയാം. ഇനി നാലാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അസർ നിസ്കാരം നിസ്കരിച്ചു, ജമാഅത്തായിട്ടൊരു ബാങ്ക് വിളിച്ച ഉടൻ തന്നെ നിസ്കരിച്ചു. അതല്ല നമ്മൾ പറയുന്നത്. ഈ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മഗ്രിബ് വരെയുള്ള ടൈമുണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള ടൈം, ആ ഒരു ടൈമിൽ ചില ആളുകൾ വെറുതെ ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കുന്നത് കാണാം. അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. അസർ നിസ്കാരം കഴിഞ്ഞത് മുതൽ മഗ്രിബ് നിസ്കാരം വരെയുള്ള, അതായത് അസറിന് ശേഷമുള്ള ടൈമിൽ മറ്റ് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. അത് കറാഹത്ത് ഉള്ള സമയമാണ്. അഞ്ചാമത്തേത് മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം.
6:30 അല്ലെങ്കിൽ 6:45 മഗ്‌രിബ് ബാങ്കെങ്കിൽ ഒരു 6:30 കഴിഞ്ഞുള്ള ഒരു ടൈം, 6:30 അല്ലെങ്കിൽ 6:35, 6:40 ആ ഒരു ടൈമിൽ ചില ആൾക്കാർ വന്നൊരു നിസ്കാരമുണ്ട്. ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ 5 സമയങ്ങളാണ്. ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്. നിസ്കരിക്കാൻ പാടില്ലാത്ത 5 സമയങ്ങളുണ്ട്. ഒന്നാമത്തേത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തെ സമയം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ടൈമിൽ മറ്റ് നിസ്കാരങ്ങളൊന്നും പാടില്ല. രണ്ടാമത്തെ ടൈം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 20 മിനിറ്റ് വരെ മറ്റ് നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാൻ പാടില്ല. മൂന്നാമത്തേത് സൂര്യൻ നട്ടുച്ച സമയത്ത് വന്ന് നിൽക്കുമ്പോ ആ സമയത്തും നിസ്കരിക്കാൻ പാടില്ല. നട്ടുച്ച സമയം മുതൽ ദുഹർ ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള ടൈമിൽ നമ്മൾ മറ്റ് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. നാലാമത്തേത് അസർ നിസ്കാരം കഴിഞ്ഞത് മുതൽ മഗ്‌രിബ് നിസ്കാരം വരെയുള്ള ടൈമിലും നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. അഞ്ചാമത്തേത് മഗ്‌രിബിന് തൊട്ട് മുമ്പ് മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നത് ഒരു 5 മിനിറ്റ് ഒക്കെ മുമ്പ് വന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ആ സമയത്തും നിസ്കരിക്കാൻ പാടില്ല. ഇനി ഈ സമയം ഇപ്പൊ പറഞ്ഞ 5 സമയങ്ങളിൽ നിസ്കരിക്കാം. ഏത് നിസ്കാരം? ചില നിസ്കാരങ്ങൾ നമുക്ക് നിസ്കരിക്കാം. അതേതാണ്? ഫർള് ഖളാ ഉള്ള ആളുകൾ ഒരുപാട് ളുഹർ നിസ്കാരം ഖളാ ഉണ്ട്, ഒരുപാട് അസർ നിസ്കാരം ഖളാ ഉണ്ട്, ഒരുപാട് സുബഹി നിസ്കാരം ഖളാ ഉണ്ട്. ഖളാ ഉള്ള നിസ്കാരങ്ങൾ ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം. അത് ഈ പറഞ്ഞ 5 സമയങ്ങളിലും നമുക്ക് നിസ്കരിക്കാം. 24 മണിക്കൂറും ഖളാ ഉള്ള ആളുകൾ നിസ്കാരം ഖളാ ഉള്ള ആളുകൾക്ക് ആ ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഹറമിലാണുള്ളത്, മക്കയിലാണ് അല്ലെങ്കിൽ മദീനയിലാണുള്ളത്, അവനിക്ക് ഏത് സമയത്തും നിസ്കരിക്കാം. അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ ഏത് സമയത്ത് നിസ്കരിക്കാം. ഹറമുകൾക്ക് ഈ പറഞ്ഞ സമയങ്ങൾ ഉൾപ്പെടുകയില്ല. ഹറമുകളിൽ ഏത് സമയത്തും നമുക്ക് ഏത് നിസ്കാരവും നിസ്കരിക്കാം. ഖളാ ഉള്ളതും ഫർള് ഖളാ ഉള്ളതും സുന്നത്ത് ഖളാ ഉള്ളതുമായ നിസ്കാരങ്ങൾ ഈ പറയപ്പെട്ട സമയങ്ങളിൽ നമുക്ക് ഹറമുകളിൽ നിസ്കരിക്കാം. ഉംറക്ക് പോകുന്നവർക്ക്, ഹജ്ജിന് പോകുന്നവർക്ക് ഏത് സമയത്ത് നിസ്കരിക്കാം. മാത്രമല്ല കാരണം മുന്തി വന്ന നിസ്കാരങ്ങളും നമുക്ക് നിസ്കരിക്കാം. ഈ പറയപ്പെട്ട 5 സമയങ്ങളിൽ ഒരു നിസ്കാരവും പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നും ഒഴിവായത് ഫർള് ഖളാ ഉള്ള ആളുകൾക്ക് ഏത് ഫർള് നിസ്കാരവും ഏത് സമയത്ത് നിസ്കരിക്കാം. അതുപോലെ തന്നെ കാരണം മുന്തി വന്ന നിസ്കാരങ്ങൾ, കാരണം മുന്തി വന്നിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അത് ഏത് സമയത്ത് നമുക്ക് നിസ്കരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ മയ്യിത്ത് നിസ്കാരം. ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരം നടക്കുന്നത് അസർ നിസ്കാരത്തിന് ശേഷമാണ്. അതായത് കാരണം മുന്തി വന്നു. ആദ്യം ഇവിടെ മരണം സംഭവിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ മയ്യിത്ത് നിസ്കരിക്കുന്നത്. അതുകൊണ്ട് ഈ മയ്യിത്ത് നിസ്കാരം ഏത് സമയത്തും നിസ്കരിക്കാം. അതുപോലെ തന്നെ വുളൂഇന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം. ഒരു മനുഷ്യൻ വുളൂ എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം സുന്നത്തുണ്ട്. അപ്പോ വുളൂ എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പൊ വുളൂ എടുക്കുന്നത് അസറിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ നട്ടുച്ച സമയത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമുക്ക് വുളൂ എടുത്തു കഴിഞ്ഞാൽ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഏത് സമയത്ത് നിസ്കരിക്കാം. ഈ പറയപ്പെട്ട 5 സമയങ്ങളിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ തഹിയ്യത്ത് നിസ്കാരം, ളുഹാ നിസ്കാരം. ളുഹാ നിസ്കാരം ആ സമയം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ളുഹാ നിസ്കരിക്കാം. ഒരാൾ വന്നു, അയാൾ ളുഹാ നിസ്കരിക്കുന്ന ആളാണ്. അയാൾ നോക്കുമ്പോ 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞു, അയാൾ ളുഹാ നിസ്കരിച്ചിട്ടില്ല. അല്ലാഹുവേ, ളുഹാ നിസ്കരിച്ചിട്ടില്ലല്ലോ. ഉസ്താദ് പറഞ്ഞത് 12 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നട്ടുച്ച സമയത്ത് നിസ്കരിക്കാൻ പാടില്ലെന്നല്ലേ. അതുകൊണ്ട് എനിക്കിനി ളുഹാ നിസ്കരിക്കാൻ പാടില്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട. കാരണം മുന്തി വന്ന സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് ഏത് സമയത്ത് നിസ്കരിക്കാം. അതായത് ആദ്യം ആ കാരണം ഉണ്ടാവണം. മരിച്ചത് കൊണ്ടാണ് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുന്നത്. ളുഹായുടെ സമയം പ്രവേശിച്ചത് കൊണ്ടാണ് നമ്മൾ ളുഹാ നിസ്കരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാണ് തഹിയ്യത്ത് നിസ്കരിക്കുന്നത്. അപ്പൊ കാരണം മുന്തി വന്ന നിസ്കാരങ്ങൾ നമുക്ക് ഏത് സമയത്തും നിസ്കരിക്കാം. മനസ്സിലായില്ലേ? ഇനി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഒരു കാരണമില്ലാതെ വെറുതെ നിസ്കരിക്കുന്നു. അതായത് അസർ നിസ്കാരം കഴിഞ്ഞ് വെറുതെ പള്ളിയിൽ ഇരിക്കുമ്പോ വെറുതെ 2 റക്അത്ത് നിസ്കരിച്ചേക്കാം എന്ന് പറഞ്ഞ് കൈകെട്ടി നിസ്കരിക്കാൻ പാടില്ല. വെറുതെ മുത്തലക്കൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതൊന്നും പാടില്ല. അതുപോലെ തന്നെ ഒരാള് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുകയാണ്. എപ്പോ? അസറിന് ശേഷം. പാടില്ല.
നട്ടുച്ച സമയത്ത് തസ്ബീഹ് നിസ്കാരം പാടില്ല. അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ ഉദയത്തിന് മുമ്പ് ചെറിയൊരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് വെറുതെ തസ്ബീഹ് നിസ്കാരം അത് പാടില്ല. തസ്ബീഹ് നിസ്കാരം ഏറ്റവും നല്ല രാത്രിയിലാണ്. നല്ല ഇഖ്ലാസോടുകൂടി നമുക്ക് നിസ്കരിക്കാൻ പറ്റും. പകലിൽ നിസ്കരിക്കാം, പക്ഷേ പകൽ നിസ്കരിക്കുമ്പോൾ ഈ കറാഹത്തായ സമയത്ത് അല്ലാത്ത സമയം നമ്മൾ തിരഞ്ഞെടുക്കണം. കാരണം പിന്തി വന്ന നിസ്കാരങ്ങൾ നമ്മൾ ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. കാരണം പിന്തി വന്നു എന്ന് പറഞ്ഞാൽ ഇസ്തിഹാലത്തിന്റെ നിസ്കാരം, അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം, ഇതൊന്നും നമുക്ക് ഈ പറയപ്പെട്ട 5 സമയങ്ങളിൽ പാടില്ല. അതൊക്കെ കറാഹത്താണ്. ഈ പറയപ്പെട്ട 5 സമയങ്ങളിൽ നമുക്ക് ഫർള് ഖളാ ഉണ്ടെങ്കിൽ ഖളാ വീട്ടാം, അതുപോലെ തന്നെ സുന്നത്ത് ഖളാ ഉണ്ടെങ്കിൽ ഖളാ വീട്ടാം. അതുപോലെ കാരണം മുന്തി വന്ന നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നിസ്കരിക്കാം. ഇപ്പൊ മയ്യിത്ത് നിസ്കാരം പറഞ്ഞതുപോലെ മയ്യിത്ത് നിസ്കരിക്കാം. എന്നാൽ ഈ സമയങ്ങളിൽ വെറുതെ മുത്തലക്കൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരോ അല്ലെങ്കിൽ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരോ പാടില്ല. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം നമുക്ക് ഏറ്റവും നല്ലത് രാത്രി നിസ്കരിക്കലാണ്, അല്ലെങ്കിൽ ഈ കറാഹത്തില്ലാത്ത സമയത്ത് നിസ്കരിക്കലാണ്. കാരണം പിന്തി വന്ന നിസ്കാരങ്ങൾ ഈ സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല. അപ്പോ 5 സമയങ്ങളിൽ നിസ്കാരം കറാഹത്താണ്, ആ സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല. പക്ഷേ ചില നിസ്കാരങ്ങൾ ആ സമയത്ത് നിസ്കരിക്കാം. ഈ ഒരു വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമായി മനസ്സിലാക്കുക. നമ്മൾ ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഇതുപോലുള്ള അമലുകൾ കേട്ട് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ദുആ വസിയത്തുകൾ കമന്റുകളായി എഴുതുന്നുണ്ട്. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.